بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തഖ്വയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട അടുത്തറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച്
വളരെ ചുരുങ്ങിയ സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് മക്കളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക മാതാപിതാക്കളും ഏറെ ആശങ്കയോടുകൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാത്ത രക്ഷിതാക്കൾ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഉമ്മമാരും അതിനോട് യോജിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഗൗരവം വിശ്വാസികളായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ വിളിച്ച് പറയുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിൽ നിന്ന് രക്ഷിക്കണം, അതിനുള്ള പണിയെടുക്കണമെന്ന്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാനുള്ള പണിയെടുക്കുവാൻ, അധ്വാനിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളും നരകത്തിൽ പോകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരും നരകത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തെ നമസ്കാരം കൊണ്ട് നീ കൽപ്പിക്കുക. നമസ്കാരം വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡമായി ഇസ്ലാം പരിചയപ്പെടുത്തിയ കാര്യമാണ്. അൽഅഹ്ദല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. വളരെ കൃത്യമായി ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കുമ്പോൾ അവിടെ വേർതിരിച്ചറിയുവാനുള്ള മാർഗമായി നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നുവെങ്കിൽ, നമസ്കരിക്കാത്ത ആളുകൾ നമസ്കാരം സ്ഥിരമായി സ്ഥായിയായി കാരണങ്ങൾ കൂടാതെ ഒഴിവാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിശ്വാസിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്റെ കുടുംബത്തോട്, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് നമസ്കാരത്തെ കുറിച്ച് നീ കൽപ്പിക്കുക, നമസ്കരിക്കുവാൻ വേണ്ടി പറയുക. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് യുസീകുമുല്ലാഹു ഫി ഔലാദികും, മക്കളുടെ വിഷയത്തിൽ പടച്ച തമ്പുരാൻ നിങ്ങളെ വസിയത്ത് ചെയ്തിരിക്കുന്നു. മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, മക്കളുടെ ഇസ്ലാമികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിലും ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആമുഖമായി ഞാൻ ഓതിക്കൽപ്പിച്ചത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മക്കളിലും ഭാര്യമാരിലും കൺകുളിർമ നൽകണേ എന്ന് അള്ളാഹുവിനോട്, പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട, മക്കളുമായി ബന്ധപ്പെട്ട, ഭാര്യമാരുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്
ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് തീർച്ചയായും പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിങ്ങളോട് ചോദ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ വീട്ടിലെ ഭരണകർത്താക്കളാണ്. നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് മറ്റെല്ലാം പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമേറിയ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മക്കളിലൂടെ കൺകുളിർമ നൽകണേ എന്നതാണ് എങ്കിൽ, ആ ഒരു തരത്തിലുള്ള കൺകുളിർമ നൽകുന്ന മക്കളായി നമ്മുടെ കുട്ടികൾ വളർന്നു വരുവാൻ, നമ്മുടെ സന്താനങ്ങൾ ആ രീതിയിൽ ഉയർന്നു വരുവാൻ ഇസ്ലാമികമായി നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മക്കളുടെ നന്മക്കു വേണ്ടി, മക്കൾ നന്നാകുവാൻ വേണ്ടി നമ്മൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായി ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്നതാണ്. ഒരു മാതാവ്, ആ മാതാവിന്റെ അനുഭവം പറഞ്ഞത്, ആ മാതാവ് ഒരു യാത്രക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി തയ്യാറായി തന്റെ രക്തത്തിൽ പിറന്ന തന്റെ മകനെ വിളിക്കുവാൻ വേണ്ടി മകന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മകന്റെ റൂമിന്റെ കതക് തള്ളി തുറന്ന സമയത്ത് ആ മാതാവ് കണ്ട കാഴ്ചകൾ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന കാഴ്ചകളല്ല. ആ മകൻ തന്റെ മുൻപിലുള്ള കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയ ആ മാതാവ് പറഞ്ഞ വാക്ക്, എന്റെ മകൻ ആ സമയത്ത് എന്നെ ഒരു നോട്ടം നോക്കി, എന്റെ മകൻ ആ സമയത്ത് എന്നെ നോക്കിയ നോട്ടം കണ്ട് ഞാൻ പേടിച്ചു പോയി. ഏത് രീതിയിലുള്ള നോട്ടമാണ് എന്ന് എന്റെ സഹോദരങ്ങളുടെ, സഹോദരികളുടെ മുമ്പാകെ ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് ഈ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും. ഇത് ഞാനൊരു കെട്ടുകഥയായി പറഞ്ഞ കാര്യമല്ല. ഒരു മാതാവ് ആ മാതാവിന്റെ അനുഭവം പറഞ്ഞതാണ്. MSMന്റെ പലപ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഓരോ വർഷങ്ങളിലും നടന്നു വരാറുള്ള മോറൽ സ്കൂളുകളിൽ പലപ്പോഴും പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യനായ അർഷദ് ബിൻ ഹംസയെ പോലെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങളുമായി സഹകരിച്ച ആളുകളാണ്. അവർക്കറിയാം മോറൽ സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ 10 ദിവസം MSMന്റെ പ്രവർത്തകരുടെ കൂടെ, MSMന് നേതൃത്വം നൽകുന്ന ആളുകളുടെ കൂടെ കഴിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഒരു സമയം വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയാം, ഒരു പ്രശ്നവുമില്ല. അവർക്കൊരു പേപ്പർ കൊടുത്തു, അവർക്ക് തുറന്നെഴുതാം, അവരുടെ പേരെഴുതേണ്ട ആവശ്യമില്ല. അവരാരാണ് എന്ന് തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നെഴുതുവാൻ ആ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുത്തു. അതിലൊരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങൾ ആരെല്ലാം TV കാണാറുണ്ട്? ആ ചോദ്യത്തിന് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും ഞങ്ങൾ TV കാണാറുണ്ട് എന്ന മറുപടി എഴുതി. സ്വാഭാവികമായും 100-100ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന, 180ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു വിദ്യാർത്ഥി മാത്രം അത് കാണുന്നില്ല എന്ന് എഴുതുമ്പോൾ ഒരു അന്വേഷണ ത്വരയുണ്ടാകും. ആരാണ് ആ കുട്ടി? എന്തുകൊണ്ടാണ് ആ കുട്ടി TV കാണാത്തതിന്റെ കാരണം അറിയാൻ താല്പര്യമുണ്ടാകും. അന്വേഷിച്ചു, ആ കുട്ടിയുടെ കൈയക്ഷരം നോക്കി അതാരാണ് എന്ന് കണ്ടെത്തി. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എന്താണ്, എല്ലാ കുട്ടികളും TV കാണുമെന്ന് എഴുതിയപ്പോൾ നീ മാത്രം എന്തേ TV കാണുന്നില്ല എന്ന് എഴുതുവാനുള്ള കാരണം? വളരെ ലളിതമായി ആ കുട്ടി കാര്യം പറഞ്ഞു, എന്റെ വീട്ടിൽ TV ഇല്ലാത്തത് കൊണ്ടാണ്, എന്റെ വീട്ടിൽ TV ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ കുട്ടിയുടെ വീട്ടിൽ TV ഉണ്ടായിരുന്നുവെങ്കിൽ അവനും കാണുമായിരുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ടിവികളിലൂടെ, ചാനലുകളിലൂടെ, അതുപോലെ തന്നെ സൈബർ യുഗത്തിലൂടെ അവരുടെ വളർച്ച അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ ഒരു സ്കൂളിൽ അധ്യാപകന്മാർ വളരെ പെട്ടെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ആ വിദ്യാർത്ഥികളുടെ കൈകളിൽ നിന്ന്, അവരുടെ ബാഗുകളിൽ നിന്ന്
അധ്യാപകർ പിടിച്ചെടുത്ത വസ്തുക്കൾ മാരകായുധങ്ങളായിരുന്നില്ല. പക്ഷേ ഒരു സമൂഹത്തിന്റെ ധാർമ്മികതയെ തകർത്ത് കളയുവാൻ പറ്റുന്ന രീതിയിലുള്ള ധാർമ്മിക ച്യുതി ആ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിരുന്നുവെന്ന് ആ വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ നിന്ന് പിടിച്ചെടുത്ത സിഡികളും അവരുടെ മൊബൈൽ ഫോണുകളിലെ ചിത്രങ്ങളും വ്യക്തമാക്കിയിരുന്നു. അത്രമാത്രം അധാർമികതയിലേക്ക് നമ്മുടെ മക്കൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നു വീടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഒരു അധ്യാപകൻ ഒരു സിഡി പിടിച്ചെടുത്തു. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ തന്റെ കയ്യിൽ നിന്ന് വളരെ അശ്ലീലം നിറഞ്ഞ ഒരു സിഡി കിട്ടിയതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് വേദനയുണ്ട്, എന്തേ മോനെ നീ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആ കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുമ്പോൾ വളരെ വിഷമത്തോടുകൂടെ ആ കുട്ടി പറഞ്ഞ മറുപടി, എന്റെ ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട്. ആ 45 കുട്ടികളിലെ 45-ാമനാണ് ഞാൻ. 44 കുട്ടികളും ഈ സിഡി കണ്ടു കഴിഞ്ഞു. 44 കുട്ടികളും ഈ സിഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് അത്ഭുതത്തോടുകൂടെ നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്? പെൺകുട്ടികൾ ഒളിച്ചോടുന്ന കാഴ്ചകൾ എത്രയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാടിന്റെ സമീപത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ച്. ഏറെ ശ്രദ്ധയോടുകൂടെ വളർത്തുന്ന മാതാപിതാക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മയുണ്ട് കൂടെ, സ്കൂളിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അധ്യാപികയായ മാതാവുണ്ട് കൂടെ. എന്നിട്ടും ആ കുട്ടി ഒളിച്ചോടുകയാണ്. എവിടെയാണ് പ്രശ്നം? എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ മക്കൾ നാം വിചാരിക്കുന്നത് പോലെ നന്നായി വളരാത്തതിന്റെ കാരണം? ഗൗരവമേറിയ പഠനവും അന്വേഷണങ്ങളും നടത്തി തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരുത്തുക തന്നെ വേണം. എങ്കിലേ നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കൂട്ടത്തിൽ ആരാ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്തത്? ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ മനസ്സിന്റെ തേട്ടമാണ്, പ്രാർത്ഥനയാണ്. എന്തേ കുട്ടികൾ നന്നാകാത്തതിന്റെ കാരണം? പല ആളുകളും പല രീതിയിലാണ് മക്കളെ നന്നാക്കുന്നത്. ചില ആളുകൾ വിചാരിച്ചു കുട്ടികളെ നന്നാക്കുവാൻ ആരംഭിക്കുന്ന പ്രക്രിയ, പലരും വിചാരിച്ചത് ഭാര്യ ഗർഭിണിയായത് മുതൽ മക്കൾ നന്നാകുവാനുള്ള സംരംഭം, മക്കൾ നന്നാകുവാനുള്ള പ്രവർത്തനം ആരംഭിച്ച ആളുകളുണ്ട്. സ്വാഭാവികമായും അവർ വിചാരിച്ചത് അങ്ങനെയാണ്. ഒരു ഭാര്യ, ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയം മുതൽ അവളും അവരുടെ ഭർത്താവും ഈ കുട്ടിയുടെ നന്മക്ക് വേണ്ടി അവൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ച്, അവൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഒരു വളരെ ശ്രദ്ധയോടുകൂടെ ആ കുട്ടിയുടെ നന്മക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുന്ന രക്ഷിതാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. വേറെ ചില ആളുകൾ വിചാരിച്ചത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞത് മുതൽ, ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയം മുതൽ ആ കുട്ടിയുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആ കുട്ടിയെ നന്നാക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളുണ്ട്. വേറെ ചില ആളുകൾ വിചാരിച്ചത് ഒരു കുട്ടി നന്നാകുവാൻ വേണ്ടി പണിയെടുക്കേണ്ടത് അവന് ബോധമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയം മുതൽ കുട്ടിയുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ച് അവിടെ മുതൽ കുട്ടിയുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ മക്കളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എവിടെ മുതൽ ആരംഭിക്കണം? കുട്ടികളുടെ നന്മയുദ്ദേശിക്കുന്ന ആളുകൾ എവിടെ മുതലാണ് മക്കളെ നന്നാക്കുവാനുള്ള പ്രക്രിയ ആരംഭിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മക്കളുണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കുട്ടികൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിവാഹത്തിന്റെ സമയം മുതൽ ശ്രദ്ധിക്കണം. പ്രവാചകന്റെ അധ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. അവരുടെ സമ്പത്ത് കണ്ട്, സൗന്ദര്യം കണ്ട്, അതുപോലെ തന്നെ അവരുടെ തറവാടിത്തം കണ്ട്, അവരുടെ മതബോധം കണ്ട് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ ഏത് പരിഗണിച്ചു? ഒരു മകളുടെ നന്മക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പഠനം നാം എടുത്തു പരിശോധിക്കുമ്പോൾ അതിലൊന്നാമതായി കാണുന്ന മേഖലയിൽ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? നമ്മൾ ഏതാണ് പരിഗണിച്ചത്? നമുക്ക് ആർക്ക് പറയാൻ പറ്റും ഞാൻ മതബോധമുള്ള ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്? അതല്ല, ഞാൻ സൗന്ദര്യമുള്ളവളെയാണ് തെരഞ്ഞത് എങ്കിൽ, ഞാൻ തറവാടിത്തമുള്ളവളെയാണ് തെരഞ്ഞത് എങ്കിൽ, ഞാൻ സമ്പത്തുള്ളവളെയാണ് തെരഞ്ഞത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ കൂടെ ചേർത്ത് വെച്ചു
നീ മതബോധമുള്ളവളെ തെരഞ്ഞെടുക്കണം. നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും ശരി, നിന്റെ കയ്യിൽ ചെളി പുരണ്ടാലും ശരി, ആളുകളുടെ ഇടയിൽ നീ അപമാനിതനായാലും ശരി, നീ മതബോധമുള്ള പെൺകുട്ടിയെ തെരഞ്ഞെടുക്കണം നിന്റെ ഭാര്യയായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത് പുരുഷനോടുള്ള കൽപ്പനയാണെങ്കിൽ പെൺകുട്ടികളുടെ രക്ഷിതാവ്, ആ രക്ഷിതാവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ അടുക്കലേക്ക് നിന്റെ പെൺകുട്ടിയെ വിവാഹമാലോചിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവന്റെ പ്രത്യേകത എന്താ? അവന് ദീനുണ്ട്, അവന് മതബോധമുണ്ട്, അവനൊരു പക്ഷേ സമ്പത്തുണ്ടാവുകയില്ല, അവനൊരു പക്ഷേ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവുകയില്ല, അവനൊരു പക്ഷേ തറവാടിത്തം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, മതബോധമുള്ള ധാർമ്മികമായി ജീവിക്കുന്ന ഒരു യുവാവ് ഒരു വിവാഹം ആലോചിക്കുകയും ആ വിവാഹ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാകാതിരിക്കുകയും ചെയ്താൽ, അതിന്റെ പേരിൽ എന്തെങ്കിലും അപകടങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ആ രക്ഷിതാവിനായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവിടെയും റസൂലിന്റെ അധ്യാപനം മതബോധമുള്ള പുരുഷനെ തന്റെ മകൾക്ക്, തന്റെ പെൺകുട്ടിക്ക് ഭർത്താവായി തെരഞ്ഞെടുത്തു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ധാർമ്മികതയുള്ള മതബോധമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. അതുപോലെ തന്നെ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുക. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും വിവാഹിതരാണ്. ഇനി നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇനിയൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു അർസകും അന്നാ ശിഅതും വഖദ്ദിമു ലി അൻഫുസികും വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖുഹു വബശ്ശിരിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. ഒരു കർഷകൻ അവൻ വിത്തിറക്കുന്നത് വളക്കൂറില്ലാത്ത, വളമില്ലാത്ത, വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു ഭൂമിയിലാണ് എങ്കിൽ അവിടെ നിന്ന് അവന് നല്ല ഫലം ലഭിക്കുകയില്ല. ഒരു നല്ല ഫലം ലഭിക്കണമെങ്കിൽ ആ കൃഷിയിടം നല്ലതാകണം. നല്ല ഒരു കൃഷിയിടത്തെ ഭാര്യയായി നമ്മൾ തെരഞ്ഞെടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മക്കളുടെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും പരിഗണിക്കേണ്ടത് മതബോധമുള്ള പെൺകുട്ടിയെ, മതബോധമുള്ള ചെറുപ്പക്കാരനെ തന്റെ ഭാര്യയായി, തന്റെ ഭർത്താവായി പരിഗണിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഒന്നാമത്തെ വിഷയം അതാണ്. മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രാർത്ഥന നിർവഹിക്കുക. എത്ര ആളുകളുണ്ട് മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സമയം മുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകളുണ്ട്, ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ പല ആളുകളും അതിന് സമയം കണ്ടെത്താറില്ല, പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാറില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം, വാർദ്ധക്യം ബാധിച്ച് അങ്ങേയറ്റം പ്രായമെത്തിയ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു കുട്ടിയെ തരണം എന്നല്ല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സദ്വൃത്തരിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമെന്ന് കുട്ടിയില്ലാത്ത സമയത്ത് കുട്ടിയെ ലഭിക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയിൽ നമുക്ക് പാഠമുണ്ട്. അല്ലാഹുവേ എനിക്ക് കുട്ടിയില്ല, എനിക്ക് കുട്ടിയെ തരണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും. അതല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹു എനിക്ക് കുട്ടിയില്ല, പക്ഷേ എനിക്ക് നൽകേണ്ട കുട്ടി സ്വാലിഹായ ഒരു സന്താനമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, പടച്ചോനെ നല്ല ഒരു കുട്ടിയെ നീ എനിക്ക് നൽകണമെന്ന് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിലെ 38-39 വചനങ്ങളിൽ അല്ലാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനയുണ്ടാകണം. നല്ല സന്താനങ്ങളെ ലഭിക്കാൻ, സ്വാലിഹായ കുട്ടികളെ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തീർന്നോ? ഇല്ല. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പല ആളുകൾക്കും അത് അറിയാത്ത വിഷയമാണ്. പല ആളുകളും അതിനെ ഗൗരവത്തോടുകൂടെ കാണാത്ത ആളുകളാണ്. എത്രമാത്രം നമ്മുടെയൊക്കെ മതപരമായ അറിവ്,
മതപരമായ വിജ്ഞാനം വളരെ കുറവാണ് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കൊക്കെ പറയാൻ സാധിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് എന്നറിയാത്ത എത്രയോ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അത് മാത്രമാണോ സഹോദരങ്ങളെ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കണമെന്നുള്ളത് 36 വർഷം 36ാമത്തെ വയസ്സിലും തിരിച്ചറിയാത്ത ഒരു സഹോദരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏത് സഹോദരൻ? മുസ്ലിമായ സഹോദരൻ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചു പോയ ആ സഹോദരന് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കണമെന്നുള്ള അറിവ് ലഭിക്കുന്നത് ജുബൈലിലെത്തിയതിനു ശേഷമാണ്. എന്താ നമ്മുടെ അവസ്ഥ? എന്താ നമ്മുടെ മതപരമായ വിജ്ഞാനത്തിന്റെ അവസ്ഥ? ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെയെങ്കിലും വിമർശിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് ഇതാണ് നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ. പഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ പൈശാചികമായ ശല്യമുണ്ടാകുമെന്ന്, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ്. പ്രാർത്ഥനകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന എടുത്തുദ്ധരിക്കുന്നത് മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ കുട്ടിയെ പൈശാചിക ബാധ ഏൽക്കാതിരിക്കുവാൻ പ്രാർത്ഥന നിർവഹിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളതാണ്. നല്ല കുട്ടിയെ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇനി ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ നന്മക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരു കുട്ടി ജനിച്ചാൽ 4 കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? റസൂലുള്ളാഹി പറയുകയാണ്, അഖീഖ അറുക്കണം, മുടി കളയണം, ചലാകർമ്മം നടത്തണം, പേരിടണം. 4 കാര്യങ്ങൾ ഒരു കുട്ടി ജനിച്ചാൽ പെട്ടെന്ന് ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ ചെയ്യുന്ന ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന വിഷയത്തിൽ, ഇഖാമത്ത് കൊടുക്കുന്ന വിഷയം മുസ്ലിം ലോകത്തുള്ള മുൻഗാമികളിൽപ്പെട്ട ഒട്ടുമിക്ക പണ്ഡിതന്മാരും അത് തള്ളിക്കളഞ്ഞു, ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാങ്ക് കൊടുക്കുന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, കൊടുക്കുന്നത് റസൂലിന്റെ ചര്യക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഈ അടുത്ത് കാണാൻ സാധിച്ച ഒരു പുസ്തകം, ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പുറത്തിറങ്ങിയ ഒരു ചെറിയ പുസ്തകം. ആ പുസ്തകത്തിൽ 2 വിഭാഗം ആളുകളുടെയും വാദങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ബാങ്ക് കൊടുക്കാതിരിക്കലാണ് ഉത്തമം. എന്തായാലും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ തന്നെ ഫത്വ പറഞ്ഞത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഹദീസുകളെല്ലാം വിശദീകരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ബാങ്ക് കൊടുക്കാതിരിക്കലാണ് ഉത്തമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അഖീഖ ഇറക്കണം, മഅൽ ഉലാമി അഖീഖതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്, ഒരു കുട്ടി ജനിച്ചാൽ അഖീഖ ഇറക്കണം. എന്താണ് അഖീഖ? അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു കുട്ടി ജനിച്ചാൽ സന്തോഷ സൂചകമായി ആടിനെ ബലിയെറുക്കുവാൻ അടിവരയിടണം. ആടിനെയാണ് ബലിയെറുക്കേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ ഇറക്കണം, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ ഇറക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. 7ാമത്തെ ദിവസം അറുക്കുന്നതാണ് സുന്നത്ത്, 14ാമത്തെ ദിവസവും ആകാവുന്നതാണ്, 21-നും 28-നും ഒക്കെ ആകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഏറ്റവും പ്രബലമായത് 7ാമത്തെ ദിവസം അഖീഖ ഇറക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അഖീഖ ഇറക്കണം. സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകും, അഖീഖ ഇറക്കാത്ത ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ അഖീഖ ഇറത്തിട്ടില്ല എങ്കിൽ നമുക്കും മറുക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് വേണ്ടി പിൽക്കാലത്ത് അഖീഖ ഇറത്തത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അഖീഖ ഇറക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ നന്മക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അത് ചെയ്യുവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മുടി കളയണമെന്ന് പറഞ്ഞു. മുടി കളയുക, 7ാമത്തെ ദിവസം മുടി കളയുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
ആ മുടി കളയുന്ന സന്ദർഭത്തിൽ കുട്ടിയുടെ തലയിലുള്ള മുടിയുടെ തൂക്കത്തിന് സമാനമായ വെള്ളി ദാനം ചെയ്യുക എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ നമ്മളെ പഠിപ്പിച്ചുവെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പണ്ഡിത ലോകത്തുനിന്ന് പുറത്തിറങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പേരിടണമെന്ന് പഠിപ്പിച്ചു. എല്ലാവരും കുട്ടികൾക്ക് പേരിടാറുണ്ട്. നല്ല പേരിടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പലപ്പോഴും പല ആളുകളും 2, 3, 4 വർഷവുമൊക്കെ ആയിട്ടും കുട്ടികൾക്ക് പേരിടാത്ത, കുട്ടികളെ പേര് വിളിക്കാത്ത എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദവാ സെന്ററിലേക്ക് ഒരു സഹോദരൻ വന്ന് പറഞ്ഞത്, 2 വർഷമായി കുട്ടിക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല, ഒരു പേര് പറഞ്ഞു തരണം. നോക്കൂ നിങ്ങൾ, 2 വർഷമായിട്ടും കുട്ടിക്ക് പേര് കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ. അങ്ങനെയാകേണ്ടവരല്ല. ഒരു കുട്ടി ജനിച്ചാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, നല്ല ഒരു പേരിടണം. ഏതൊക്കെ രീതിയിലുള്ള പേരുകളാണ് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പല വൃത്തികെട്ട പേരുകളും മക്കൾക്ക് പല ആളുകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല അർത്ഥമുള്ള, വിളിക്കാൻ സാധിക്കുന്ന പേരുകളിടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. 2 പേരുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പേരുകളായി റസൂൽ പഠിപ്പിച്ചു. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പേരിടുവാൻ വേണ്ടി ജാറങ്ങളിലേക്ക്, മഖ്ബറകളിലേക്ക് സിയാറത്ത് പോകുന്ന, അവിടങ്ങളിൽ പോയി ഷിർക്കുകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പേരിടുമ്പോൾ പലപ്പോഴും അച്ഛന്റെ പേരിന്റെ, ബാപ്പാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ഉമ്മാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ഒക്കെ ചേർത്ത് പേര് നൽകുന്ന ആളുകളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ അപകടങ്ങൾ അതുകൊണ്ടുണ്ടാകാറുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നല്ല അർത്ഥമുള്ള, മാന്യതയുള്ള പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ മക്കൾ വളർന്ന് ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ പേര് കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതരാകുന്ന, അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കുട്ടിയുടെ പേരിന്റെ അർത്ഥം മൂലക്കുരു എന്നാണ്. അറബി ഭാഷയിൽ മാതാവും പിതാവും നൽകിയ ആ പേരിന്റെ അർത്ഥം മൂലക്കുരു എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അറബി കോളേജുകളിൽ പഠിക്കുന്ന അറബി അറിയാവുന്ന ഒരു മനുഷ്യൻ ആ പേര് കേൾക്കുമ്പോൾ എന്തൊരു വികാരമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക. അങ്ങനെ വൃത്തികെട്ട, ഈ ഒരു അർത്ഥവുമില്ലാത്ത, വളരെ മോശമായ രീതിയിലുള്ള പേരുകൾ ഒഴിവാക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ ആ വിഷയത്തെ നോക്കിക്കാണുക. അതുപോലെ തന്നെ റസൂല് പറഞ്ഞൊരു കുട്ടി ജനിച്ചാൽ നിങ്ങൾ ചേലാകർമ്മം നടത്തണം. പല ആളുകളും പറയും ചേലാകർമ്മം നടത്തണം. ചേലാകർമ്മം നടത്തേണ്ടത് തന്നെയാണ്. പക്ഷെ എപ്പോഴാ നമ്മൾ ചേലാകർമ്മം നടത്താറ്? അൽഹംദുലില്ലാ, ഈ വർത്തമാന കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഏറെ വളർന്നു വന്നിട്ടുണ്ട്. ഒരു കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം നടത്തുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഏതാനും വർഷങ്ങൾക്കൊക്കെ മുമ്പ് എപ്പോഴാ നമ്മളിൽ പല ആളുകളുടെയും നമുക്കൊക്കെ അനുഭവമുണ്ട്, 6ാമത്തെയും 7ാമത്തെയും 5ാമത്തെയും 9ാമത്തെയും ഒക്കെ വയസ്സിൽ ചേലാകർമ്മം നടത്തിയ രംഗങ്ങൾ നമുക്കൊന്നും മറന്നു പോകാൻ സാധിക്കാത്ത നമ്മുടെ മനസ്സുകളിലുള്ള ചിത്രമാണ്. പലപ്പോഴും ചേലാകർമ്മം നടത്തുന്ന ദിവസങ്ങളിൽ വീടുകളിൽ നിന്ന് ഓടി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിൽ പല ആളുകൾക്കും പറയാൻ സാധിക്കും. അങ്ങനെയായിരുന്നു രക്ഷിതാക്കൾ കണ്ടിരുന്നത്. ഒരു 6ാമത്തെയോ 7ാമത്തെയോ വയസ്സിൽ നടത്തുന്ന ഒരു കർമ്മമായി രക്ഷിതാക്കൾ കണ്ടു. എന്നിട്ട് പരാതി പറയും, കണ്ടോ കുട്ടിയുടെ സ്കൂളിൽ പോയി, അവന് പ്രയാസങ്ങളാണ്, അവന് വേദനയാണ്, അവൻ പറഞ്ഞത് കേൾക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അധ്യാപനം കേൾക്കാത്തത് കൊണ്ട്. റസൂല് പറഞ്ഞത് ഒരു കുട്ടി ജനിച്ചാൽ 4 കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന. ഒരു കുട്ടി ജനിച്ചു വീണ ഉടനെ തന്നെ ചേലാകർമ്മം നടത്തുകയാണെങ്കിൽ ആ കുട്ടി എഴുന്നേറ്റ് ഓടി എന്ന പരാതി ഉണ്ടാവുകയില്ല, അവന്റെ സ്കൂളിൽ പോയി എന്ന പരാതി ഉണ്ടാവുകയില്ല, അവന് മറ്റുള്ള പ്രയാസങ്ങളുണ്ട് എന്ന പരാതി ഉണ്ടാവുകയില്ല. ഒരു വലിയ കുട്ടിയാകുമ്പോൾ ചേലാകർമ്മം നടത്തുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ വളരെ വളരെ ചെറിയ
മാത്രമായിരിക്കും ഒരു ചെറിയ കുട്ടിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അധ്യാപനത്തിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് ആ 4 കാര്യങ്ങളും ജീവിതത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ, നമുക്കൊരു കുട്ടിയുണ്ടായാൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ നന്മക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം നൽകണം. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം നമ്മുടെയൊക്കെ കുട്ടികൾക്ക് നൽകണം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് ആരും വിചാരിക്കേണ്ട. നമുക്കുള്ളതിനനുസരിച്ച് ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണം കൊടുത്താൽ പോരാ, അവിടെ ഇസ്ലാമികമായ മര്യാദകൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം, ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം. വലത് കൈ കൊണ്ട് കഴിക്കാൻ പഠിപ്പിക്കണം, വലത് കൈ കൊണ്ട് കുടിക്കാൻ പഠിപ്പിക്കണം, അവനവന്റെ ഭാഗത്ത് നിന്ന് കഴിക്കാൻ പഠിപ്പിക്കണം. ഇസ്ലാം ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ ഏതൊക്കെ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ മര്യാദകളൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഈ കൂട്ടത്തിലെ എത്ര മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും, എന്റെ കുട്ടിയെ ഞാനതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്? എന്റെ കുട്ടിക്ക് ഞാനതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനെ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആ കുട്ടികളെ അത് പഠിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ അവരത് മറന്നു പോവുകയില്ല. അതുകൊണ്ട് ആ വിഷയം നല്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ചെറിയ കുട്ടികളെ ഹറാമുകൾ നമ്മൾ ഭക്ഷിപ്പിക്കരുത്. ഹറാമുകൾ നമ്മുടെ കുട്ടികളെ ഭക്ഷിപ്പിക്കുന്നത് നാം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ബൈത്തുൽ മാലിലെ കാരക്ക വായിലേക്ക് ഇട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാരക്കച്ചികൾ വലിച്ച് പുറത്തേക്ക് കളഞ്ഞ രംഗം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളുടെ കയ്യിൽ വായിട്ടുകൊണ്ട് കഹിൻ കഹിൻ എന്ന് പറഞ്ഞ് അത് പുറത്തേക്ക് വലിച്ചു കളഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ചേർന്ന ഭക്ഷണമല്ല, അത് നമുക്ക് അനുവദനീയമായ ഭക്ഷണമല്ല എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ പ്രവാചക തിരുമേനി കാണിച്ച ശ്രദ്ധ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബാ കിറാമിന്റെ കാലഘട്ടത്തിൽ സഹാബാ കിറാമിന്റെ ഭാര്യമാര്, ഭർത്താക്കന്മാർ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ ഭർത്താക്കന്മാരുടെ കയ്യിലുള്ള പണം എത്രയാണ് എന്ന്, അവരുടെ കൈകളിലുള്ള സമ്പത്ത് എത്രയാണ് എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇത്രയുണ്ടായിരുന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയുണ്ട്, എന്താണ് ഇതിന്റെ കാരണം? എവിടെ നിന്ന് ലഭിച്ചു? എന്തേ അവരെ ചോദിക്കുവാനുള്ള കാരണം? അവർക്ക് ഈ ദുനിയാവിൽ സുഖങ്ങളും സൗകര്യങ്ങളും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഹറാമായ സമ്പത്തെങ്ങാനും തങ്ങളുടെ വയറുകളിലെത്തിയാൽ, തങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭർത്താക്കന്മാരോട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പണം ലഭിച്ചത് എന്ന് ചോദിക്കുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുക, ഹലാലായ ഭക്ഷണം നൽകുക. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ഭക്ഷണ രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ കൃത്യമായി പഠിപ്പിക്കുക. മലമൂത്ര വിസർജന മര്യാദകൾ. നമ്മളിൽ പല കുട്ടികളും, നമ്മുടെ മക്കളിൽ പല ആളുകളും മലമൂത്ര വിസർജന മര്യാദകൾ അറിയാത്ത ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 36ാമത്തെ വയസ്സിലാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കണമെന്നുള്ള ബാലപാഠം ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാവുന്ന പാഠം ഒരു മനുഷ്യന് മനസ്സിലായത് എങ്കിൽ ആ സഹോദരന്റെ രക്ഷിതാക്കൾക്ക്, ആ സഹോദരന്റെ നാട്ടിലുള്ള മതപണ്ഡിതന്മാർക്ക്, ആ സഹോദരന്റെ നാട്ടിലുള്ള ഓരോ മുസ്ലിമായ മനുഷ്യന്മാർക്കും ഒരുപക്ഷെ അതിൽ ഉത്തരവാദിത്തം ഉണ്ടാകും. നമ്മുടെ കുട്ടികളെ ചെറിയ സമയത്ത് തന്നെ നമ്മൾ ഇത് പഠിപ്പിക്കണം. മലമൂത്ര വിസർജന മര്യാദകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ മലമൂത്ര വിസർജന രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ കൃത്യമായി പഠിപ്പിച്ചു. നിങ്ങൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ഏത് രീതിയിൽ കയറണം, പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണം, അങ്ങോട്ട് കയറുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം, എന്തൊക്കെ പ്രാർത്ഥിക്കണം, എന്ത് പറഞ്ഞു കയറണം, എന്ത് പറഞ്ഞു പുറത്തിറങ്ങണം, റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ട് അത് പഠിക്കുക, നമ്മുടെ മക്കൾക്ക് കൈമാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്.
അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ശുചിത്വബോധം, വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി വളരുവാൻ നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. അത്തഹൂറു ശത്റുൽ ഈമാൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. സമൂഹം ഇന്ന് നമ്മുടെ മക്കളെ നോക്കിക്കാണുന്നത് മുസ്ലിങ്ങളായ ആളുകൾ വൃത്തിയില്ലാത്ത ആളുകളാണ്, ശ്രദ്ധിക്കാത്ത ആളുകളാണ്. പല രീതിയിൽ മുസ്ലിങ്ങളെ പരിഹസിക്കുന്ന ഈ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു പരിധി വരെയുള്ള കാരണം ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും, നമ്മളിൽപ്പെട്ട പല മാതാപിതാക്കളുമാണ്. മക്കളെ വൃത്തിയായി ശുദ്ധിയോടുകൂടെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളുടെ നന്മക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ചീത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾ തടയേണ്ടതുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നിങ്ങളൊരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയണം. നമ്മുടെ മക്കളെ ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുവാൻ പ്രാപ്തരാണ് നമ്മൾ. അതിനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളിൽ കാണുന്ന തിന്മകളെ കൃത്യമായി കൊണ്ടെതിർക്കണം. എതിർക്കണമെങ്കിൽ, കുട്ടികളിൽ കാണുന്ന തിന്മകളെ എതിർക്കാൻ ഒരു രക്ഷിതാവിന് ധാർമ്മികമായ ഉണ്ടാകണമെങ്കിൽ ആ പിതാവിൽ ആ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു കുട്ടി പുകവലിച്ചു, ഒരു ചെറിയ കുട്ടി പുകവലിക്കുകയാണ്. അവനോട് മോനെ നീ പുകവലിക്കരുത് എന്ന് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പിതാവിന് പറയാൻ പറ്റുക? ആ പിതാവ് പുകവലിക്കുന്നവനാണെങ്കിൽ എന്താ വാപ്പ പറയാ? മോനെ നീ ഇപ്പൊ വലിക്കണ്ട, ഒരു 15 വയസ്സ് വരെ വലിക്കണ്ട, അതല്ലെങ്കിൽ 20 വരെ വലിക്കണ്ട, 20-ന് ശേഷം നീ വലിച്ചോ എന്നാണോ പറയേണ്ടത്? അതല്ല, മോനെ നീ പുകവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുട്ടി തിരിച്ചു ചോദിക്കില്ലേ, ബാപ്പ നിങ്ങൾ വലിക്കുന്നില്ലേ? അതുകൊണ്ട് ഏതൊരു തിന്മയെ നമ്മുടെ മക്കളോട് നമ്മൾ എതിർക്കുമ്പോഴും ആ തിന്മകൾ നമ്മളിൽ ഇല്ലാതെ ഇരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുകവലിക്കുന്ന പിതാക്കളോട് സാന്ദർഭികമായി പറയട്ടെ, പുകവലിക്കുന്ന ആളുകൾ അതൊഴിവാക്കണം. ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. മലയാളത്തിൽ പുകവലി നിഷിദ്ധം എന്ന് പറയുന്ന പുസ്തകങ്ങൾ പോലും നമുക്ക് ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളിൽ കാണുന്ന തിന്മകളെ നമ്മൾ എതിർക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാധനാ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആരെല്ലാം ഉണ്ട് ആരാധനാ വിഷയത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ? മക്കളോട് തൗഹീദ് പറഞ്ഞ എത്ര പിതാക്കളുണ്ട്? മക്കളോട് തൗഹീദ് പറഞ്ഞ എത്ര മാതാക്കളുണ്ട്? മഹാനായ ലുക്മാനുൽ ഹക്കീം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം കേട്ടിട്ടുണ്ട്, നമ്മള് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ വിളിച്ച് മകന്റെ തലയിൽ തലോടി അവനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ അരുത്, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് വൻ പാപമാണ്, അള്ളാഹു പൊറുക്കാത്ത കാര്യമാണ്, അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പണിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത എത്ര ആളുകളുണ്ട്? തമാശക്ക് വേണ്ടി, കളിക്കു വേണ്ടി അല്ലാത്ത ഇന്നവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ കുട്ടികളെ തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം വളരെ മലീമസമാണ്. അറിയുമോ സഹോദരങ്ങളെ, ഒരു സഹോദരൻ, ആ സഹോദരൻ ഈ സദസ്സിലുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം. പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ച് തന്റെ കുടുംബത്തിന് താൻ സ്വീകരിച്ച ഈ സന്ദേശം എത്തിക്കുകയും ആ കുടുംബത്തെ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹമുള്ള സമയത്തെല്ലാം ആരാധനയിലും ഷിർക്കിലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഇതാ ഇപ്പോൾ ഇവിടെ ജുബൈലിലെത്തിയ സമയത്താണ് ആ സഹോദരൻ അറിയുന്നത്, ആ സഹോദരന്റെ മകൻ കൂട്ടുകാരോടൊപ്പം ശബരിമലയിലേക്ക് പോകുന്നു. എന്താ സഹോദരങ്ങളെ അവസ്ഥ? ഇസ്ലാമികമായി മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ആ പിതാവിന്റെ മനസ്സിന്റെ വേദന ഇല്ല, അത് വിശദീകരിക്കാൻ സാധ്യമല്ല, അത് പറയാൻ സാധ്യമല്ല. നാളെ നമുക്ക് ആ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആ മകനുമായി സംസാരിച്ചു, ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ പിതാവ് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്, എത്ര ആത്മാർത്ഥമായി കൊണ്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, നിനക്ക് ഈ മതത്തെ കുറിച്ച് പറഞ്ഞു തന്നത്.
ആ പിതാവിന്റെ മകൻ പറഞ്ഞത്, ഞാൻ തമാശക്ക് വേണ്ടി എന്റെ കൂട്ടുകാരോടുകൂടെ, എനിക്ക് വിശ്വാസമുണ്ടായിട്ടൊന്നുമല്ല, എന്റെ കൂട്ടുകാരോടുകൂടെ ഞാൻ മല കയറാൻ പോവുകയാണ്. മനസ്സിലേക്ക് തൗഹീദ് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് തൗഹീദ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നാം സ്വീകരിച്ച, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഈ മഹിതമായ ആദർശം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ല എങ്കിൽ അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു നമ്മളോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഒന്നാമത്തെ പണി തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. തൗഹീദ് പഠിപ്പിക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുമ്പോൾ, അം കുൻതും ശുഹദാ ഇദ് ഹലറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. ബാപ്പ ചോദിക്ക, എന്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നമ്മളിൽ എത്ര പിതാക്കൾക്ക് ചോദിക്കാൻ കഴിയും? നമ്മളിൽ എത്ര മാതാക്കൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയും? അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് തൗഹീദിന്റെ ആശയം നമ്മൾ കൈമാറണം. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ വിഷയം, 10 വയസ്സാകുമ്പോൾ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ കുട്ടിയെ അടിക്കണം. എല്ലാവർക്കും അറിയാം. ഹദീസൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട്. 7 വയസ്സാകുമ്പോൾ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവനെ അടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. എത്ര ആളുകൾ നമസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയിട്ടുണ്ട്. നമസ്കരിക്കാത്തതിന്റെ പേരിൽ എത്ര ആളുകൾ മക്കളെ തല്ലിയിട്ടുണ്ട്. കണക്കിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, സയൻസിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, പരീക്ഷയിൽ മാർക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ, ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. മക്കളെ അടിക്കാം. സ്നേഹിക്കുന്ന കൈകൾക്ക് മാത്രമേ, തലോടുന്ന കൈകൾക്ക് മാത്രമേ മക്കളെ ശിക്ഷിക്കുവാനുള്ള അവകാശമുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അടിക്കാൻ പറഞ്ഞ വിഷയം നമസ്കാരത്തിന്റെ വിഷയമാണ്. ആ വിഷയത്തിൽ മക്കളുടെ നേരെ കൈയോങ്ങിയ എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ ആ വിഷയത്തിൽ വളർത്തിക്കൊണ്ടുവരണം. നമസ്കാരം ശീലിപ്പിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക്, പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളായി നമ്മൾ മാറണം. ജമാഅത്ത് നമസ്കാരത്തിന് ആൺകുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ശീലിപ്പിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കുട്ടികൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണം. മക്കളുടെ ചങ്ങാതിമാരെ നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കുമെന്നാണ് സാധാരണ പറയാറുണ്ട്. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നൊക്കെ. നമ്മുടെ കുട്ടികൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണം. ജുബൈലിലുള്ള ഒരു പിതാവ് പറഞ്ഞ പരാതിയാണ്, മകൻ അവൻ പലരുമായി കൊണ്ടും കൂട്ടുകൂടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇവിടെയുള്ള എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ജുബൈലിലുള്ള പല ആളുകളുടെയും പല മക്കളും പലപ്പോഴും കൂട്ടുകാരോടുകൂടെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പുകവലിക്കുന്ന ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികൾ നമ്മുടെയൊക്കെ രക്ഷിതാക്കളുടെ കുട്ടികളായിക്കൊണ്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ പാടില്ല, നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഈ സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ അഭിമാനത്തോടുകൂടെ കൊണ്ട് നടക്കുന്ന എന്റെ മകൻ നല്ലവനാണ്, എന്റെ മകൾ നല്ലവളാണ് എന്നൊക്കെ വിചാരിച്ച് അഭിമാനത്തോടുകൂടെ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ പലരും പല വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജീവമായ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ കുട്ടികൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത്? കുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കണം. 3 തരത്തിലുള്ള കൂട്ടുകാർ. കാറ്റുപോലെയുള്ള കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ മരുന്ന് പോലെയുള്ള കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ രോഗമുള്ള കൂട്ടുകാരുണ്ട്. ആദ്യം പറഞ്ഞ 2 കൂട്ടുകാരെ നമുക്ക് തെരഞ്ഞെടുക്കാം. എല്ലാ സമയത്തും നമുക്ക് ആവശ്യമുള്ള കാറ്റുപോലെ വായു പോലെയുള്ള കൂട്ടുകാർ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള കൂട്ടുകാരില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നന്മയിൽ നമ്മളെ വഴി നടത്തുന്ന, നന്മ നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മകളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് തടയുന്ന നന്മ നിറഞ്ഞ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മരുന്ന് പോലെയുള്ള കൂട്ടുകാർ.
എല്ലാ സമയത്തും വേണ്ട. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ടായേ പറ്റൂ. അങ്ങനെയുള്ള കൂട്ടുകാരും നമുക്കുണ്ടാകണം. രോഗം തരുന്ന കൂട്ടുകാരായി സ്വീകരിക്കരുത്. നമുക്ക് തിന്മകൾ വാരിക്കോരി തരുന്ന ചങ്ങാതിമാരുണ്ടാകാൻ പാടില്ല. നമ്മളെ തിന്മ പഠിപ്പിക്കുന്ന കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. ഈ കൂട്ടത്തിൽ ഏത് രീതിയിലുള്ള ആളുകളുമായി കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വസ്ത്രം ഇസ്ലാമികമായ വസ്ത്രമാണോ നമ്മുടെ കുട്ടികൾ ധരിക്കുന്നത്? ഇസ്ലാമികമായ വസ്ത്രമാണോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്? നമ്മളുടെ വളരെ ദീനിയായി മതപരമായി ഏറെ ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ദീനിനെ സ്നേഹിക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും മക്കൾ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇസ്ലാമികമല്ലാത്തതാണ്, ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. നെരിയാണിയുടെ താഴെ നമ്മുടെ മക്കളിൽ എത്ര ആൺകുട്ടികളുടെ വസ്ത്രം നെരിയാണിയുടെ താഴെയാണ്. ഓരോ പിതാവും ആലോചിച്ചു നോക്കൂ. ആരാ വാങ്ങിക്കൊടുത്തത്? ഈ നാട്ടിലുള്ള ജുബൈലിലുള്ള ഏതെങ്കിലും ആളുകളാണോ? അല്ല, നമ്മൾ വാങ്ങിക്കൊടുത്തു നമ്മുടെ കുട്ടികൾക്ക് നെരിയാണിയുടെ താഴെയുള്ള വസ്ത്രം. ആരാ അള്ളാഹിനോട് സമാധാനം പറയേണ്ടത്? ആരാ ഉത്തരം പറയേണ്ടത്? നാട്ടുകാരല്ല, നമ്മൾ പറയേണ്ടി വരും. പെൺകുട്ടികൾക്ക് അനിസ്ലാമികമായ വേഷം വാങ്ങിക്കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. ക്ലാസ്സിന് വരുമ്പോൾ, മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ പർദ്ദ ധരിച്ച് ഇസ്ലാമികമായ വേഷം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ. മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ, മറ്റുള്ള പല ഇടങ്ങളിലേക്കും പോകുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രം ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരികളെ, അതൊഴിവാക്കണം, അതുപേക്ഷിക്കണം. സുഗന്ധം പൂശി പുറത്തു പോകുന്ന പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. എന്താ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? വേശ്യക്ക് തുല്യമാണ് എന്ന്. നമ്മുടെ കുട്ടികൾ വേശ്യയാണോ? നമ്മുടെ ഭാര്യ വേശ്യയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ സജീവമായ ശ്രദ്ധയുണ്ടാകണം. ഇസ്ലാമികമായ വസ്ത്രമായിരിക്കണം നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കേണ്ടത്. സ്കൂളുകളിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കും. പ്രച്ഛന്ന വേഷം, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം കെട്ടും. പാടുണ്ടോ മുസ്ലിമിന്? അതിനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പിതാവും മാതാവും ഷോപ്പിംഗ് സെന്ററുകളിൽ പോയി തിരയുകയാണ്. പാടുണ്ടോ സഹോദരങ്ങളെ? ഒഴിവാക്കേണ്ട വിഷയമാണ്. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം കെട്ടാൻ പാടില്ല, പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷവും കെട്ടാൻ പാടില്ല. ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ സജീവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ്. നമ്മൾ മാതൃകയാവണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവണം. പല ആളുകൾക്കും സാധിക്കാത്ത കാര്യം അതാണ്. സാധാരണ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥയുണ്ട്. ഒരു വീടിന്റെ സമീപത്ത് ആ വീട്ടിലെയും അയൽപക്കത്തുള്ള കുട്ടികളും എല്ലാവരും ചേർന്ന് ഒരു ചെറിയ മലപ്പുറം ജില്ലയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറിയ കുറ്റിപ്പന്തലൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളരെ മോശമായ സംസാരം കേൾക്കാൻ തുടങ്ങി. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4 കാലും 1 വാലുമുള്ള ജന്തുവിന്റെ പേരൊക്കെ പറഞ്ഞ് പരസ്പരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടപ്പോ വീട്ടിൽ നിന്ന് ഉറക്ക ഉമ്മ വിളിച്ചു ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്? എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പൊ ആ കുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾ ഉമ്മയും ബാപ്പിയായിട്ട് കളിക്കാണ്, ഞങ്ങൾ ഉമ്മയും ബാപ്പിയുമായിട്ട് കളിക്ക. അനി നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? ഞങ്ങളെ വീട്ടിലെ ഉമ്മയും ബാപ്പിയും പ്രശ്നം ഉണ്ടായി അങ്ങനെ വിളിക്കുന്നത്. ആരാ പഠിച്ചത്? എവിടുന്നാ പഠിച്ചത്? ഉമ്മാനെയും ബാപ്പാനെയും കണ്ട് കുട്ടികൾ പഠിച്ചു. ആ കുട്ടികൾ അങ്ങനെ വളർന്നു വരും. ആ കുട്ടികൾ ഭാവിയിൽ അത് വിളിക്കും. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്ന സമയത്ത് ആ കുട്ടി പേരൊക്കെ വിളിക്ക. അപ്പൊ ഉമ്മ അങ്ങനെ തല്ലും, മോനെ വിളിക്കല്ലടാ. ഉമ്മയും ബാപ്പിയും പ്രശ്നം ഉണ്ടാകുമ്പോ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടി പഠിച്ചത്. കളവ് പറയാൻ ആരാ കുട്ടികളെ പഠിപ്പിക്കുന്നത്? പലപ്പോഴും കളവ് പറയാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാക്കളാണ്. അതുപോലെ തന്നെ പിതാക്കൾക്കും അതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാ മേഖലയിലും നമ്മൾ മാതൃകയാകേണ്ടതുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് മാതൃകയാകാത്തതിന്റെ പിതാവാരാണ് മാതാവാരാണ് എന്നൊക്കെ തിരിച്ചറിയാത്തതിന് പലരും പറയാറുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു വീടിന്റെ മുന്നിലൊരു കുട്ടി ഇരുന്ന് പഠിക്ക. ആ സമയത്താണ് ആരോ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നത്. കുട്ടി ചോദിച്ചു, ആരടാ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നത്? അപ്പൊ വന്ന ആള് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ മൂത്താപ്പേനടാ. അപ്പൊ കുട്ടി പറയും, ഞാൻ ബാപ്പയാന്ന് വിചാരിച്ചു. ബാപ്പയാണെങ്കിൽ ആരടാന്ന് ചോദിക്കുക. ആ മനസ്സാണ് കുട്ടികൾക്കുള്ളത്. ബാപ്പാനോടുള്ള ബാധ്യത, പിതാവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയില്ല. ഈ കൂട്ടത്തിൽ എത്രയോ രക്ഷിതാക്കളുണ്ട്, സുബൈക്ക് പള്ളിയിൽ പോകും,
സുബൈക്ക് ആത്മാർത്ഥമായി പള്ളി പോകും. എത്ര ആളുകളുണ്ട് മക്കളെ വിളിക്കുന്നവര്? മക്കളെ വിളിച്ചുണർത്തി, പ്രായപൂർത്തിയായ 10 വയസ്സ് കഴിഞ്ഞ മക്കളെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന എത്ര രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ മാതൃകയാകുന്നുണ്ടോ? മതപരമായ അറിവ് നമ്മുടെ മക്കൾക്ക് നൽകാൻ എന്ത് പണിയാ നമ്മൾ ചെയ്യുന്നത്? എത്ര ആളുകൾ കുട്ടികളെ മതം പഠിപ്പിക്കുന്നുണ്ട്? എനിക്കറിയാം, നല്ല വിദ്യാഭ്യാസമുള്ള, മതപരമായി നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളോട് കൃത്യമായി ഖുതുബ പറയുന്ന, പ്രസംഗിക്കുന്ന 2 ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ആദ്യമായി എന്നെ ഖുതുബ പറയിപ്പിച്ചത്, ഖുതുബ പറയാൻ പഠിപ്പിച്ച ബഹുമാന്യനായ വ്യക്തി. അദ്ദേഹം നേർച്ചയാക്കിയിരുന്നു കുട്ടിനെ, നേർച്ചയാക്കിന്ന, അറബി കോളേജിലേക്ക് നേർച്ചയാക്കിന്ന. നല്ല മാർക്ക് കിട്ടിയപ്പോഴോ, നേർച്ച മറക്കും. പല രക്ഷിതാക്കളെ അവസ്ഥ, മക്കൾക്ക് അല്പം മാർക്ക് ലഭിക്കുമ്പോ അറബി കോളേജിനെ മറക്കും. മതപരമായ വിദ്യാഭ്യാസം നേടണ്ട എന്ന ഒരവസ്ഥയിലേക്ക് പല ആളുകളും വരും. നമ്മളിൽ പല ആളുകളുടെയും കുട്ടികൾക്ക് മതപരമായി അറിവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആദ്യം മുതൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെ, നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കി, മക്കളോടൊന്ന് ചോദിച്ചു നോക്കുന്നതിന്റെ മുമ്പ് അവനാനൊന്ന് ചൊല്ലി വെക്കുക. അവനാനത് നല്ല അറിവുണ്ടെങ്കിലേ മക്കളോട് ചോദിക്കാവൂ. അത് ശ്രദ്ധിക്കണം. പലർക്കും അറിയില്ല, പല രക്ഷിതാക്കൾക്കും അറിയില്ല. അത്തഹിയാത്ത് അറിയില്ല, സ്വലാത്ത് അറിയില്ല, സ്വലാത്തിന് ശേഷമുള്ള പ്രാർത്ഥന അറിയില്ല. പറ്റൂല സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകണം. എത്ര സമയം മദ്രസ ഉള്ളത്? എത്ര സമയം മദ്രസിൽ കുട്ടികൾ പഠിക്കുന്നത്? വളരെ ചുരുങ്ങിയ സമയം, വളരെ കുറച്ച് സമയം. അതെന്നെ എങ്ങനെ വിടുന്നത്? മദ്രസിന് വേണ്ടി, മതപരമായ വിജ്ഞാനം കൊടുക്കാൻ വേണ്ടി ഒരു താല്പര്യവും കാണിക്കാത്ത ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നേടണമെന്ന, നല്ല തന്നെയാണ്. മുസ്ലിങ്ങളായ ഡോക്ടർമാരുണ്ടാകണം, എഞ്ചിനീയർമാരുണ്ടാകണം, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകണം. നമുക്ക് ആർക്കും അതിൽ അസൂയൊന്നുമില്ല, അങ്ങനെയൊന്നും നമുക്ക് ആർക്കില്ല. എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. പക്ഷെ മുസ്ലിം അല്ലാത്ത ഒരു ഡോക്ടറായിട്ട് നമ്മുടെ കുട്ടി മാറരുത്. മുസ്ലിം അല്ലാത്ത ഒരു എഞ്ചിനീയറായി നമ്മുടെ കുട്ടി മാറരുത്. നാളെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത, നാളെ നമ്മളെ പരിഗണിക്കാത്ത ഒരു കുട്ടിയായി നമ്മുടെ കുട്ടി മാറരുത്. നമുക്കായിരിക്കും നഷ്ടം. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? നാളെ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഖബറിന്റെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഉണ്ടാകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണമെന്ന് സഹോദരങ്ങളെ, ഉമ്മമാരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ മതം പഠിപ്പിക്കണം കുട്ടികളെ. അല്ല ചോദിക്കൂല നീ സയൻസിന് എത്ര മാർക്ക് വാങ്ങി, ബയോളജിക്ക് എത്ര മാർക്ക് വാങ്ങി എന്ന് അല്ല ചോദിക്കൂല. പടച്ചവൻ ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഇസ്ലാമികമായ മര്യാദകളെ കുറിച്ച്. ആര് പഠിപ്പിച്ചു? നമ്മളിൽ എത്ര മക്കൾക്ക്, എത്ര ആളുകളുടെ മക്കൾക്ക് കൃത്യമായി കൊണ്ട് ഖുർആൻ ഓതാൻ അറിയും? എത്ര ആളുകൾക്കറിയും? പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യം. നല്ലൊരു ഡോക്ടർ ഒരുപാട് കാലം പഠിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങി. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് മാനേജറാ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ രോഗിനെ കിട്ടി. ആ രോഗിയുടെ കാല് മുറിച്ചു മാറ്റണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കാല് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് അനസ്തേഷ്യ കൊടുത്തു, കൂടിപ്പോയി, രോഗി മരിച്ചു. ഓപ്പറേഷൻ നടക്കുന്നതിന്റെ മുമ്പ് രോഗി മരിച്ചു. എന്താ ഡോക്ടർ ചെയ്തെന്നറിയോ? ആ രോഗിയുടെ കയ്യിൽ നിന്ന്, രോഗിയുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ആദ്യം പേ ചെയ്ത ബില്ല് റീഫണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മരിച്ച രോഗിന്റെ കാലാണ് മുറിച്ചു മാറ്റി. കേരളത്തിൽ നടന്നതാ. പഠിച്ചിട്ടില്ല അയാള്? ഡോക്ടർ പഠിച്ചിട്ടില്ലേ? എത്ര കാലം പഠിക്കണം? 10ാം ക്ലാസ്, +2, MBBS പഠനം എത്ര പഠിച്ചു? എന്താ ഇല്ലാതെ പോയത്? തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് എവിടുന്നാ കിട്ടുക? സ്കൂളിൽ പോയാൽ തിരിച്ചറിവ് കിട്ടുമോ? സ്കൂളിൽ നിന്ന് മക്കളെ തിരിച്ചറിവ് പഠിപ്പിക്കോ? ഇല്ല സഹോദരങ്ങളെ, മതം പഠിക്കണം. വൈകുന്നേര സമയത്ത് ബസ്സിൽ കയറിയാല് കുട്ടികളൊക്കെ ഞെളിഞ്ഞ് സീറ്റിലിരിക്കും. അധ്യാപകരൊക്കെ വവ്വാല് പോലെ കമ്പിമലുണ്ടാകും. എന്തേ കാരണം? മതപരമായ അറിവ് ഇതെന്റെ അധ്യാപകനാണ്, അവൻ എഴുന്നേറ്റ് കൊടുക്കണം, പ്രായമുള്ള ആളാണ്, എഴുന്നേറ്റ് കൊടുക്കണം. ഇല്ല, ആ തിരിച്ചറിവ് നമ്മളിൽ പല ആളുകളുടെയും കുട്ടികൾക്കില്ല. പണ്ട് കാലത്തൊക്കെ അധ്യാപകരെ കാണുമ്പോ ആ വഴിയിൽ നിന്ന് മാറി നടക്കും വിദ്യാർത്ഥികള്.
നമുക്കൊക്കെ പരിചയമുണ്ട്, ഓർമ്മയുണ്ട്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിനി. ഇന്ന് കുട്ടികള് അധ്യാപകന്റെ പുറത്ത് ആന കളിക്കുന്ന പല പാഠ്യപദ്ധതികളുണ്ട്, DPP പലതുണ്ട്. ഞാൻ അതിനെ വിമർശിക്കല്ല, പാഠ്യപദ്ധതികളെ വിമർശിക്കുകയല്ല. നന്മയാണെങ്കിൽ നടക്കട്ടെ. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികള് ധാർമ്മികമായിക്കൊണ്ട് വളർന്നു വരണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികളാകണം. അതിനേറ്റവും പ്രധാനമായി നമ്മുടെ കുട്ടികളെ നമ്മൾ മതം പഠിപ്പിക്കുക, നമ്മുടെ കുട്ടികൾക്ക് മതം പറഞ്ഞു കൊടുക്കുക. ഇവിടെ അവസരമുണ്ടല്ലോ, കുട്ടികളെ മതം പഠിപ്പിക്കുന്ന മദ്രസ ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ച ഉണ്ട്. എത്ര ആളുകളുടെ മക്കൾ വരുന്നുണ്ട്. വരാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ, മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ പറഞ്ഞേക്കണം. ആൺകുട്ടികൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്. ദഅവാ സെന്റർ അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കണം. മതം പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ താല്പര്യമുണ്ടോ സഹോദരങ്ങളെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ മതപരമായി അറിവ് നേടുവാനും നമ്മുടെ മക്കളെയും അതോടൊപ്പം തന്നെ നമ്മളും നന്നായി ജീവിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.